ടിക്കറ്റ് ടു ഫിനാലെ കർട്ടൻ റൈസർ. എന്താ സംഭവം? അതെ, നാളെ തുടങ്ങുകയാണ് ടിക്കറ്റ് ടു ഫിനാലെ. അതായത് ഇന്ന് ലാലേട്ടൻ്റെ വീക്കെൻഡിൽ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് സംഭവം? പ്രൊമോ വന്നിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു സംശയം, 3 പേർക്ക് മാത്രമേ പോയിന്റ് കിട്ടത്തുള്ളൂ. കഴിഞ്ഞ തവണ 10, 9, 8 അങ്ങനെയായിരുന്നു പോയിന്റ്. ഇത്തവണ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന 3 പേർക്ക് മാത്രമേ, ഫസ്റ്റ് 3 പൊസിഷൻസിന് മാത്രമേ പോയിന്റ് കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, നാളത്തെ ടാസ്ക് എന്താണ്? തമിഴ് ബിഗ് ബോസിലോ ഹിന്ദി ബിഗ് ബോസിലോ വല്ല വന്ന ടാസ്ക് ആണോ? എന്താണ് പ്രൊമോക്കകത്തുള്ളത്? തുടങ്ങിക്കഴിഞ്ഞു ടിക്കറ്റ് ടു ഫിനാലെ. ഇനി റെസ്റ്റ് ഇല്ല. ഇനി നമ്മൾ ലൈവിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ല. പ്രൊമോയുടെ വിശേഷങ്ങൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, നാളെ ബിഗ് ബോസ് വീട്ടിലെ ഗെയിമിൻ്റെ ഗതിയെ തന്നെ മാറ്റുന്ന ഒരു യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ സിജോ വീടിനകത്ത് നിന്ന് വായിക്കുന്നു, ടിക്കറ്റ് ടു ഫിനാലെ കർട്ടൻ റൈസർ. അപ്പോൾ ലാലേട്ടൻ, നമ്മുടെ മത്സരാർത്ഥികൾ ഏറ്റവും കഠിനമായ വെല്ലുവിളികൾ നേരിടാൻ പോകുകയാണ്. അപ്പോൾ ഗാർഡൻ ഏരിയ കാണിക്കുന്നു. ഗാർഡൻ ഏരിയയിൽ ആദ്യം 10 പെഡസ്റ്റലുകൾ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കുറേ പെഡസ്റ്റലുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ സ്ക്രൂവോ കമ്പിയോ ഒക്കെ തിരിക്കുന്നതായിട്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനെ സ്ക്രൂ ഒക്കെ തിരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലായിട്ട് 3 പെട്ടികൾ, മഞ്ഞ, പച്ച, റോസ്, അങ്ങനെ 3 കളറുള്ള 3 പെട്ടികൾ. ആ പെട്ടികളുടെ നേരെയായിട്ട് 3 തുണി ചുറ്റി വെച്ചിരിക്കും പോലത്തെ സംഭവമാണ്. തുണി, അതായത് ഇങ്ങനെ ചുറ്റി തുണി ചുറ്റി നിരത്തി വെച്ചിട്ട്. അപ്പോൾ ശ്രീതു, ജാസ്മിൻ, അർജുൻ ഇവരൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ തുണി അഴിക്കുന്നത് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. ഒരു വല പോലത്തെ ഒരു സാധനം, ഇങ്ങനെ ഇഴഞ്ഞു കയറാൻ ഉള്ള ഒരു വല പോലത്തെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ടിക്കറ്റ് ടു ഫിനാലെ നമ്മളിതാ അനാവരണം ചെയ്യാൻ പോവുകയാണ് ഇന്ന് എന്ന് പറയുകയാണ്. അപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടാസ്ക് നാളെ നടക്കും. കർട്ടൻ റൈസർ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ടാസ്ക് നാളെ നടക്കും, നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഈ ഗാർഡൻ ഏരിയയിൽ 3 സംഭവം, എനിക്ക് തോന്നുന്നു 10 പേർക്ക് ആദ്യം അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ 3 പേർക്കുള്ളതേ അവിടെ ഉള്ളൂ. 3 പേരുടെ 3 കളർ കയർ മാത്രമാണ് ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് 3 പേർക്ക് മാത്രം ആയിരിക്കുമോ, ഫസ്റ്റ് 3 പൊസിഷൻസിന് മാത്രം ആയിരിക്കുമോ പോയിന്റ് കൊടുക്കുന്നത്. അതായത് 10 പേര് മത്സരിക്കും. 10 പേര് മത്സരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ആദ്യം കംപ്ലീറ്റ് ആക്കുന്ന 3 പേർക്ക്, ടാസ്കുകൾ ആദ്യം കംപ്ലീറ്റ് ആക്കുന്ന 3 പേർക്ക് മാത്രമേ പോയിന്റ് ഉള്ളൂ. തമിഴ് ബിഗ് ബോസിൽ അങ്ങനെയായിരുന്നു. ടിക്കറ്റ് ഫിനാലെ മൊത്തം 5 ടാസ്കേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റത് 10 എണ്ണം കൊടുക്കത്തില്ല. ഇത് 10 എണ്ണം ഒന്നും ഉണ്ടായിരുന്നില്ല, 5 ടാസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന 3 പേർക്ക് മാത്രമേ പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ആവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. പ്രൊമോ കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിശദ വിവരങ്ങൾ പറയാം, അറിഞ്ഞിട്ട് പറയാം. ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അൻസിബ എവിക്റ്റായ കാര്യമല്ലാതെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ തിരക്കിയിട്ട് അന്വേഷിച്ചിട്ട് വ്യക്തമായി അറിഞ്ഞിട്ട് ഞാൻ വന്ന് പറയാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.